കൃഷ്ണയെയും ഹരിയെയും നിരീക്ഷിച്ചു. ഇരുവരും പൊടുന്നനെ മൗനമായി. പഴയ ഓർമ്മകൾ അയവിറക്കുന്നത് പോലെ അവർ മാത്രമായി അവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൻ്റെ മനസ്സു പറഞ്ഞു. മീനാക്ഷി, ഇവിടെയൊക്കെയൊന്ന് കാണിച്ചു തരാമോ? കാവിനകത്തേക്ക് കാണാൻ ഒരുപാടുണ്ടെന്ന് കൃഷ്ണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവൻ പറഞ്ഞു. അതിനെന്താ, കാണാമല്ലോ. ചോദിക്കാൻ കാത്തിരുന്ന പോലെ മീനാക്ഷി ഉത്തരം നൽകി. ഞങ്ങൾ അതൊക്കെയൊന്ന് കണ്ടിട്ട് വരാം ഹരി, അവനോട് പറഞ്ഞിട്ട് അബു എഴുന്നേറ്റു. പിന്നാലെ മീനാക്ഷിയും. ഇരുവരും കാവിനുള്ളിലേക്ക് നടന്നു. ഇവിടെ സ്ഥിരം പൂജയൊക്കെ നടത്താറുണ്ടോ? നടത്തുന്നതിനിടയിൽ അബി ചോദിച്ചു. മാസപൂജയുണ്ട്, അല്ലാതെയൊന്നുമില്ല. അധികം ആൾക്കാർ വരാറുമില്ല. ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഇതൊക്കെ ചിട്ടയായി നടത്താൻ ആർക്കാ സമയം? മീനാക്ഷിയുടെ ശബ്ദത്തിൽ ചെറിയൊരു നിരാശ നിലച്ചതായി അബിക്ക് തോന്നി. അവർ പതിയെ ഒരു ആൽമരത്തിനടുത്തേക്ക് നടന്നു. ദേ, അവിടെ ഒരു പ്രായമായ മനുഷ്യൻ സ്ഥിരം വരാറുണ്ടായിരുന്നു. ആൽമരച്ചോട്ടിലേക്ക് കൈ ചൂണ്ടി മീനാക്ഷി പറഞ്ഞു. കണ്ടാൽ സോമിയെപ്പോലെ തോന്നിക്കും. നീണ്ട താടിയും കഷായ വസ്ത്രവുമാണ് വേഷം. ഒറ്റയ്ക്കിരുന്ന് ഓരോന്നൊക്കെ സംസാരിക്കും. കേൾക്കുന്നവർ ബ്രാൻഡാണെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ അദ്ദേഹം പറയുന്നതൊക്കെ നേരായ കാര്യങ്ങളാണ്. സിദ്ധനാണോ പുള്ളിക്കാരൻ? അബി ചോദിച്ചു. ആയിരിക്കാം. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രവചനങ്ങൾ നടത്താറുണ്ട്. എല്ലാം അതേപടി നടന്നിട്ടുമുണ്ട്, അവൾ ആവേശത്തോടെ പറഞ്ഞു. അഭിമന്യു ഒന്ന് ചിരിച്ചു. മീനാക്ഷിക്ക് അല്പം അന്ധവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അന്ധവിശ്വാസമോ? അവളുടെ മുഖത്ത് ചിരി വിടർന്നു. നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ചിലതൊക്കെ നേടിയെടുക്കാൻ വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നുവെന്നേയുള്ളൂ. ഹരിയല്ലേ അത് നഷ്ടപ്പെടുത്താൻ ആകാത്തത്? അബി പൊടുന്നനെ ചോദിച്ചു. മീനാക്ഷിയുടെ കണ്ണുകളിൽ അത്ഭുതം തെളിഞ്ഞു. പതിയെ അത് ചിരിയിലേക്ക് വഴിമാറി. കൃഷ്ണ എല്ലാം പറഞ്ഞു അല്ലേ? അവനൊന്ന് മൂളി. വൺ സൈഡ് ലവ്, വ്രതം നോറ്റതും നേർച്ച കാഴ്ചകളായി നടന്നതും ഒക്കെ അറിയാം, അവൻ ഒരു താളത്തിൽ പറഞ്ഞു. ഇരുവരും ആൾത്തറയിലേക്ക് ഇരുന്നു. സിദ്ധൻ പറഞ്ഞിരുന്നോ ഹരിയെ തന്നെ ലൈഫ് പാർട്ട്ണറായി കിട്ടും എന്ന്? അബി ചോദിച്ചതും മീനാക്ഷിയുടെ മുഖം വിവർണമായി പറഞ്ഞിരുന്നു. തടസ്സങ്ങൾ എല്ലാം മറികടന്ന് സ്നേഹിച്ച ആൾ സ്വന്തമാകുമെന്ന്. അത് സംഭവിച്ചു. അവളൊന്ന് നെടുവേർപ്പെട്ടു. അബിക്കും കിട്ടിയില്ലേ ഒരുപാട് മോഹിച്ച ആളെ? എങ്ങനെ അറിയാം എന്ന ചോദ്യം അവൻ്റെ മുഖത്ത് നിഴലിച്ചു. ഹരിയേട്ടൻ പറഞ്ഞറിഞ്ഞു. അവൻ്റെ സംശയം മനസ്സിലാക്കി മീനാക്ഷി മറുപടി നൽകി. അല്പനേരം ഇരുവരും മൗനമായിരുന്നു. മീനാക്ഷിക്ക് തന്നോടെന്തോ പറയാൻ ഉണ്ടെന്ന് അവളുടെ മുഖം പിടിച്ചോതുന്നതായി അബിക്ക് തോന്നി. പറയാൻ എന്തോ മടിയുള്ളതുപോലെയും എന്താണെന്ന് ചോദിക്കാൻ അവനും മടി തോന്നി. ഒരുപാട് സ്നേഹിച്ച ആളെ സ്വന്തമാക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ അബി? കുറച്ചു നേരത്തിന് ശേഷം മീനാക്ഷി ചോദിച്ചു. തീർച്ചയായും. ഒരു പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ആളെ മറ്റൊരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലോ? അബിയുടെ നെറ്റി ചുളിഞ്ഞു. മീനാക്ഷിയുടെ ചോദ്യത്തിൽ എന്തോ വശപ്പിച്ചൊക്കെ അവന് തോന്നി. എന്നാൽ അവൾക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. നേരത്തെ അച്ഛനോടും ചെറിയച്ഛനോടും അബി സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ഹരിയേട്ടനെയും കൃഷ്ണയെയും ഒറ്റയ്ക്കിരിക്കാൻ അനുവദിച്ചു. അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയതും കൂടി കണ്ടപ്പോൾ ഏകദേശം കാര്യങ്ങൾ എല്ലാം ബോധ്യമായി. എന്തു ബോധ്യമായി? അബിക്കും എന്നെപ്പോലെ എല്ലാം അറിയാമെന്ന്. താൻ എന്താ പറഞ്ഞു വരുന്നത്? അവൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. അബി മനസ്സിൽ ഉദ്ദേശിച്ചത് തന്നെ. മീനാക്ഷി കൈകൾ മാറോളം കെട്ടി അവനെതിരായി കിടന്നു. കൃഷ്ണയും ഹരിയും അവൻ ചോദ്യഭാവത്തിൽ നോക്കി. അതെ, എനിക്കറിയാമല്ല. പരസ്പരം പറയാതെയും അറിയാതെയും പോയൊരു ഇഷ്ടത്തിൻ്റെ കഥ. മീനാക്ഷി വളരെ ശാന്തമായി പറഞ്ഞു. എങ്ങനെ? അബിയുടെ മുഖത്ത് ചെറിയൊരു ഞെട്ടൽ ഉണ്ടായി. ഒരിക്കൽ അവളുടെ മുറിയിൽ ചെന്നപ്പോൾ യാദൃശ്ചികമായി അവളുടെ ചില ബുക്കുകളും ഡയറിയും കാണാൻ ഇടയായി. ഒരു കൗതുകത്തിന് അവയൊക്കെ മറച്ചു നോക്കിയതാണ്. പക്ഷെ ഓരോ പേജും നോക്കവേ എനിക്ക് മനസ്സിലായി അവൾ ഹരിയേട്ടനെ സ്നേഹിച്ചതിൻ്റെ ആഴം. മീനാക്ഷിയുടെ ഒന്ന് നിർത്തി ദൂരേക്ക് മിഴികൾ പായിച്ചു. താൻ കരുതുന്ന പോലെ ഒരിഷ്ടമല്ലാതെ. അഭിമന്യു അവളെ ആശങ്കയോടെ നോക്കി. ഇറ്റ് വാസ് എൻ ഇൻഫാക്ഷൻ. എനിക്കറിയാം. അവളൊന്ന് പുഞ്ചിരിച്ചു. ഹരിയേട്ടനെയും കൃഷ്ണയെയും ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അവരുമായി കൂടുതൽ ഇടപഴകിയതും അവർക്കിടയിലുള്ള ആത്മബന്ധം ഏറ്റവും നന്നായി മനസ്സിലാക്കിയതും ഞാൻ തന്നെയാണ്. അവർ തമ്മിൽ വല്ലാത്തൊരു ബോണ്ടിങ് ആണ് അബി. ചില നേരത്തെ ഹരിയേട്ടൻ എന്തു പറയും, എങ്ങനെ പെരുമാറും എന്ന് വരെ കൃഷ്ണയ്ക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. തിരിച്ചു അവളോട് അങ്ങനെ തന്നെ. ഒരാളുടെ മനസ്സിൽ എന്താണെന്ന് തിരിച്ചറിയാൻ മറ്റേയാൾക്ക് വാക്കുകൾ ആവശ്യമില്ല. മൗനത്തിലൂടെ പോലും അവർ സമ്മതിക്കും. എന്നിട്ടും ഇരുവരെയും ഉള്ളിലുള്ള ഇഷ്ടം മാത്രം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മീനാക്ഷി ചിരിയോടെ പറഞ്ഞു നിർത്തി. അബി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിരിപ്പാണ്. ഞങ്ങളുടെ കല്യാണം വാക്കാൽ ഉറപ്പിച്ചു വെച്ച സമയത്ത് ഞാൻ ഇക്കാര്യം അറിയുന്നത്. ഒരു സമയത്ത് കൃഷ്ണയും ഹരിയേട്ടൻ ആഗ്രഹിച്ചിരുന്നു എന്ന്. ആ നിമിഷം എൻ്റെ ഉള്ളിലെ വികാരം എന്തായിരുന്നെന്ന് എനിക്കറിയില്ല. യാന്ത്രികമായി ബാക്കിയുള്ള ഓരോ പേജും മറിച്ചു നോക്കി. അന്ന് ഞാൻ മുറിവിട്ടു പോയി. എങ്കിലും ഉള്ളിൽ ഭയത്തിൻ്റെ ചെറിയൊരു കണിക ഉണ്ടായിരുന്നു. കൃഷ്ണയോട് തനിച്ചൊന്ന് സംസാരിക്കാമെന്ന് കരുതിയിരുന്നതാണ്.
പക്ഷെ അന്ന് രാത്രിയാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. സ്റ്റേജിൽ അവളെ ഉപദ്രവിക്കാൻ വന്നതും നിങ്ങൾ രണ്ടുപേരും മോശക്കാരാക്കാൻ ശ്രമിച്ചതും. പിന്നീട് അവളൊന്ന് തനിയെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അച്ഛനും ചെറിയച്ഛനും കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയിരുന്നു. കൃഷ്ണയോട് സംസാരത്തിന് ശേഷം അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇരുവരും വ്യക്തമായി എന്നോട് പറഞ്ഞു. എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമുണ്ടായിരുന്ന ഭയവും പരിഭ്രമവും ഒക്കെ അസ്വസ്ഥതയിലേക്ക് വഴിമാറി. അവസാന ഭാഗത്ത് കൃഷ്ണ എഴുതിയിരിക്കുന്നത് മീൻ ചേച്ചിയുടെ സ്വന്തം ഹരിയേട്ടൻ എന്നാണ്. അവൾ പൂർണ്ണ മനസ്സോടെ നിറഞ്ഞ സന്തോഷത്തോടെ ഞങ്ങൾ ഒന്നാകാൻ കൃഷ്ണ ആഗ്രഹിച്ചിരുന്നു. അതിൽ പിന്നെ എൻ്റെ ഉള്ളിൽ യാതൊരുവിധ ഭയവും ഉണ്ടായിരുന്നില്ല. വീണ്ടും അവയെക്കുറിച്ച് ചോദിച്ച് കൃഷ്ണയെ മാനസികമായി ബുദ്ധിമുട്ടിക്കാനും ഞാൻ ആഗ്രഹിച്ചില്ല എന്നതാണ് സത്യം. ഉള്ളിൽ ചെറിയൊരു നോവുണ്ടായിരുന്നു. അവൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് അഭിമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത് എന്നൊരു തോന്നൽ. പക്ഷെ അന്ന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതോടുകൂടി ആ വിഷമം എന്നിൽ നിന്നും മാറിയിരുന്നു. കൃഷ്ണ അഭിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതുപോലെ ഞാനും ഹരിയേട്ടനും അക്കാര്യം പറയുകയും ചെയ്തു. അവളെ സ്നേഹിക്കുന്ന കുടുംബത്തിലേക്ക് തന്നെയാണ് ചെല്ലുന്നതെന്ന് ആശ്വാസം തോന്നി. പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്ന ഞങ്ങൾക്കിടയിലേക്ക് ഹരിയേട്ടൻ്റെ കാര്യം വീണ്ടും വലിച്ചേക്കും തെറ്റാണെന്ന ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്നീ നിമിഷം വരെ അവളോട് ഞാൻ ആ കാര്യം ചോദിച്ചിട്ടില്ല. തനിക്ക് എൻ്റെ കൃഷ്ണയോട് ദേഷ്യം തോന്നിയിരുന്നു. എല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം അഭി ചോദിച്ചു. ദേഷ്യമോ? എന്തിന്? അവൾ ഉറക്കെ ചിരിച്ചു. ഞാൻ പറഞ്ഞില്ല അഭി, അവരെ രണ്ടുപേരെയും ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. കൃഷ്ണയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. അവളുടെ ലോകമെന്ന് പറയുന്നത് ഞങ്ങളുടെ തറവാടും അവിടുത്തെ ആൾക്കാരും ഹരിയേട്ടനും കാവും കുളവും ഒക്കെ ആയിരുന്നു. ഈ ഒരു ബൗണ്ടറിക്കുള്ളിൽ ആയിരുന്നു കൃഷ്ണവേണിയുടെ ജീവിതം. അവൾക്ക് ഹരിയേട്ടൻ അല്ലാതെ മറ്റൊരിടത്ത് സുഹൃത്തു പോലുമില്ല. അവളുടെ വാക്കുകളിലും മനസ്സിലും ഹരിയേട്ടൻ അല്ലാതെ വേറൊരാളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് തോന്നിയ ഇഷ്ടം ഇറ്റ് ഈസ് ക്വൈറ്റ് ഇൻ നാച്ചുറൽ. മീനാക്ഷി വളരെ പാകതയോടെയാണ് സംസാരിച്ചത്. ശാന്തമായി വളരെ പക്വതയോടെയുള്ള അവളുടെ സംസാരം അഭിമന്യുൽ ഒരു മതിപ്പുളവാക്കി. അവൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ താനെന്ന് ഭയന്നു എന്ത് സത്യം തന്നെയാണ്. മീനാക്ഷിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകുമോ എന്നൊക്കെ ഒരു നിമിഷം കരുതിപ്പോയി. അതോടൊപ്പം എന്നെങ്കിലും ഒരിക്കൽ ഇക്കാര്യം ഹരിയോ മീനാക്ഷിയോ അറിയേണ്ടി വന്നാൽ അവർ കൃഷ്ണയെ തെറ്റിദ്ധരിക്കുമോ എന്ന പേടിയും അവനിൽ നിന്ന് ആവേശം നീങ്ങിപ്പോയി. മീനാക്ഷി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹരിയെ വിവാഹം ചെയ്തത്. ഒരു പക്ഷേ തന്നേക്കാൾ അധികമായി ഹരിയെയും കൃഷ്ണയെയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഹരിക്കറിയാമോ ഇക്കാര്യം? അഭിമന്യു ചോദിച്ചു. ഇല്ല, ഹരിയേട്ടനൊന്നും അറിയില്ല. പറയാമായിരുന്നില്ലേ? കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ പറയാൻ ഇരുന്നതാണ്. പക്ഷേ ഹരിയേട്ടൻ്റെ ചില പെരുമാറ്റങ്ങൾ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു കളഞ്ഞു. കല്യാണ ദിവസം അഭിയും കൃഷ്ണയും തിരിച്ചതിനു ശേഷം ഹരിയേട്ടൻ ആകെ അപ്സെറ്റായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യം. കൃഷ്ണ നമ്മളെല്ലാം വിട്ട് ദൂരേക്ക് പോയില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു വിഷമിക്കുമായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കൃഷ്ണയോട് സംസാരിച്ചതിന് ശേഷമാണ് ആളും സമാധാനത്തിൽ ആയത്. എങ്കിലും ഇടയ്ക്ക് അവളെ ഓർത്ത് കണ്ണു നിറക്കും. അതൊക്കെ കാണുമ്പോൾ എല്ലാം തുറന്ന് പറയണമോ എന്ന് സംശയം തോന്നും. ഒരു പക്ഷേ ഇത്രയും വൈകി തിരിച്ചവർ ഹരിയേട്ടനെ തളർത്തു കളഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞ ആദ്യ ദിനങ്ങൾ കൃഷ്ണയും അങ്ങനെ ആയിരുന്നല്ലോ എന്ന് അഭിമന്യു ഓർത്തു. ഒറ്റയ്ക്കിരുന്ന് കണ്ണു നിറക്കും. അത് ഹരിയെ ഓർത്തിട്ടാണെന്ന് തനിക്ക് മനസ്സിലാകുമായിരുന്നു. എങ്കിലും ഒരിക്കൽ പോലും ഹരിയെ കാണണമെന്നോ മറ്റോ അവൾ പറഞ്ഞിട്ടില്ല. മാസങ്ങൾക്കു ശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് അവർ തമ്മിൽ കാണുന്നത് പോലും. ഒരു പക്ഷേ മീനാക്ഷിയുടെയും ഹരിയുടെയും ജീവിതത്തിലേക്ക് പഴയ പോലെ വരുന്നത് തെറ്റാണെന്ന് കരുതിയാകും അവൾ തന്നോട് ആ കാര്യം ആവശ്യപ്പെടാത്തതുപോലും. ഹരിയേട്ടൻ പഴയതിൽ നിന്നും ഒരുപാട് മാറി. കൃഷ്ണയെ ഓർക്കുമ്പോഴെല്ലാം എന്നോട് പറയും, അവൾക്ക് അവിയുണ്ടല്ലോ, എന്നേക്കാൾ അധികമായി അവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും സ്വയം ഒരു അകലം പാലിക്കുന്നത് പോലെ. കൃഷ്ണയും അങ്ങനെ തന്നെയാ. ഷീസ് ട്രൈയിങ് ടു കീപ്പ് എ ഡിസ്റ്റൻസ്. അഭി താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. ദർ ഈസ് എ ഹിഡൻ ഫാക്ട്. അവർക്കൊരിക്കലും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. അത് മറ്റാരേക്കാളും നന്നായി ഹരിയേട്ടനും കൃഷ്ണക്കും അറിയാം. ആ ഒറ്റ കാരണം കൊണ്ടാണ് അവർക്കിടയിൽ ജീവിതത്തിൽ ഒന്നിച്ചാറ് എന്നൊരു ചിന്ത വന്നതുപോലും. ശരിയാണെന്ന അർത്ഥത്തിൽ അവൻ തലകുലുക്കി. ജീവിതകാലം മുഴുവൻ ഹൃദയസഖിയായി കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പരസ്പരം അകലം പാലിക്കുന്നു. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ട് ഹരിയേട്ടന്. അഭിമന്യു മീനാക്ഷി പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. അഭിക്ക് ഇക്കാര്യമൊന്നും അറിയില്ലെന്നാണ് ഞാൻ കരുതിയത്. ഇന്ന് അച്ഛനോട് സംസാരിക്കുന്നത് വരെയും അവനൊന്ന് ചിരിച്ചു. കൃഷ്ണ എഴുതിയ ബുക്സ് എല്ലാം ഞാൻ വായിച്ചതാണ്. കൃത്യമായി പറഞ്ഞാൽ താൻ വായിച്ചതിൻ്റെ അന്ന് രാത്രി തന്നെ അതെൻ്റെ കയ്യിലെത്തി. തനിക്കവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞതുപോലെ എനിക്കും കഴിയുന്നുണ്ട്. എൻ്റെ കൃഷ്ണയെ മനസ്സിലാക്കാൻ, അവളുടെ സൗഹൃദത്തെ മനസ്സിലാക്കാൻ. മീനാക്ഷി ഇടമ വെട്ടാതെ അവനെ നോക്കിയിരുന്നു. ഹരിയെയും കൃഷ്ണയെയും കുറിച്ച് മറ്റെന്തൊക്കെയോ പറയാൻ ഇരുവർക്കും ഉണ്ടായിരുന്നതുപോലെ. കുളത്തിലെ വെള്ളത്തിലേക്ക് കാലിറക്കി വെച്ചിരിക്കുകയായിരുന്നു കൃഷ്ണയും ഹരിയും. പരൽമീനുകൾ കാലിൽ വന്ന് ചെറുതായി കൊത്തുന്നുണ്ട്. കുറേ നാൾ കൂടി കണ്ടതുകൊണ്ട് വാ തോരാതെ വിശേഷങ്ങൾ
പറയുകയാണ് ഇരുവരും. കൃഷ്ണ, നീ ഇവിടെ നിൽക്കാമോ കുറച്ച് ദിവസം? എത്ര നാൾ കൂടിയാ ഇവിടെ വരുന്നത്? ഹരി ചോദിച്ചു. ഞാൻ അഭിയേട്ടനോട് ചോദിച്ചു നോക്കട്ടെ, അവൾ പറഞ്ഞു. ശരിക്കും മിസ് ചെയ്യുന്നു നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളൊക്കെ. പഴയ പോലെ കുറച്ച് ദിവസം ഞാനും നീയും മീനാക്ഷിയും ഒക്കെ ഒരുമിച്ച് ഇവിടെ താമസിക്കാൻ തോന്നുന്നു. കൃഷ്ണയുടെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിരുന്നു. ഇനി എപ്പോഴും ഒന്നും ഇങ്ങനെ പറ്റില്ലെന്ന് വരില്ലല്ലോ. അപ്പോഴാണ് അഭിയും മീനാക്ഷിയും അവിടേക്ക് വന്നത്. അവരും പടവുകളിലേക്ക് ഇറങ്ങി അരികിലായിരുന്നു. 4 പേരും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അഭിക്കൊരു കോൾ വന്ന്. അവൻ അല്പം മാറി നിന്ന് സംസാരത്തിന് ശേഷം തിരികെ അവർക്കരികിലേക്ക് എത്തി. ഒരു ഒഫീഷ്യൽ മാറ്റർ, എൻ്റെ സുപ്പീരിയർ ഓഫീസറാണ് വിളിച്ചത്. എനിക്കൊന്ന് തിരുവനന്തപുരം പോകേണ്ടി വരും, അവൻ പറഞ്ഞു. എപ്പോഴാണ് പോകേണ്ടത്? ഹരി ചോദിച്ചു. നാളെയാണ് ചെല്ലേണ്ടത്. എങ്കിൽ നമുക്ക് തിരിച്ചാലോ കൃഷ്ണ? നാളത്തേക്കുള്ള കുറച്ച് ഫയൽ റെഡിയാക്കാൻ ഉണ്ട്, അഭി പറഞ്ഞു. കൃഷ്ണയും ഹരിയും പരസ്പരം നോക്കി. മുഖത്ത് നിരാശ നീരിച്ചു. 4 പേരും ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു. അവളുടെ മുറിയിൽ പോകാനായി ഡ്രസ്സ് കഴുകുകയായിരുന്നു കൃഷ്ണ. അഭി എല്ലാവരോടും യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറി വന്നു. അഭിയേട്ടാ, ഞാൻ ഇവിടെ നിന്നോട്ടെ കുറച്ച് ദിവസം? കൃഷ്ണ തെല്ലൊരു മടിയോടെ ചോദിച്ചു. അച്ഛന് വയ്യയോ? മാത്രമല്ല കുറേ നാൾ കൂടിയല്ലേ ഇവിടെ വന്നത്? അവൾ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഞാനോ? അവൻ തിരികെ ചോദിച്ചു. അഭിയേട്ടൻ പോയിക്കോ, നാളെ യാത്ര ഉള്ളതല്ലേ. ആഹാ, അപ്പോൾ എങ്ങനെയൊക്കെ ആയോ? ഇവിടെ എത്തിയപ്പോൾ എന്നെ വേണ്ടേ? അവൻ ചെറിയ ഗൗരവത്തോടെ ചോദിച്ചു. ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ, നമുക്ക് തിരികെ പോകാം, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അബി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. വെറുതെ പറഞ്ഞതല്ല, നീ ആഗ്രഹിച്ച് ചോദിച്ചതാണ്, അവളുടെ കവിളുകൾ കൈക്കൊമ്പിളിലെടുത്ത് അബി പറഞ്ഞു. ഞാൻ പോയിട്ട് തിരികെ വരുന്നത് വരെ നീ ഇവിടെ നിന്നു, നിന്റെ ഹരിയേട്ടൻ്റെയും മിനി ചേച്ചിയുടെയും കൂടെ. കൃഷ്ണയുടെ മുഖം സന്തോഷത്താൽ തെളിഞ്ഞു. താങ്ക് യു അവൻ്റെ കവിളിലൊരു നുള്ള കൊടുത്ത് അവൾ നിറഞ്ഞ സന്തോഷത്തോടെ അകത്തേക്ക് ഓടി. ഹരിയുടെയും മീനുവിൻ്റെയും അടുത്തേക്ക്. ആ സന്തോഷം ഉടനെ കിടാൻ പോകുന്നു എന്നറിയാം.